നമസ്കാരം, ഞാൻ അൻഷിത, തൃശ്ശൂർ നിന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ബിലാലിന്റെ മകളാണെന്ന്. അല്ല കേട്ടോ, എൻ്റെ ഉമ്മ പറഞ്ഞെന്നാ ഐഡിയ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും സ്ലോ മോഷനിൽ പറഞ്ഞാലും മതിയെന്ന്. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അമൽ നീരവിന്റെ ഫാനാണെന്ന് പറയാൻ പറഞ്ഞു. ഓ, നമുക്ക് അതിനൊന്നും പറ്റില്ലേ. ഞാനിവിടെ പറയാൻ പോണതേ എന്റെ വീട്ടിലും നാട്ടിലും നടക്കുന്ന കാര്യങ്ങളാ. അതിനു മുമ്പ് നിങ്ങളൊന്ന് ചിരിച്ചേ. കാശൊന്നും വേണ്ട, ഒന്ന് ചിരിച്ചാൽ മതി. പുറത്തിറങ്ങുമ്പോൾ സ്റ്റാൻഡപ്പ് ചെയ്ത് ജസ്റ്റ് ചിരിച്ചില്ല എന്ന് പറയണത് മോശമല്ലേ? ഒരു സമാധാനത്തിലാണ്. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ട. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ആരാലിയോ? ദാസേട്ടൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും യേശുദാസ് അങ്ങളാണെന്ന്. അല്ല കേട്ടോ, എന്റെ അയൽവക്കത്തുള്ള വെറും ദാസേട്ടൻ. നിങ്ങൾ ദാസേട്ടന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? നല്ല ചേലാണ്. ഒരു ദിവസം രാത്രി ഞാൻ വേറെ ബുക്ക് നോക്കായിരുന്നു. അപ്പോഴാണ് ദാസേട്ടന്റെ പാട്ട് കേട്ടത്. നിങ്ങൾക്ക് ദാസേട്ടന്റെ പാട്ട് കേൾക്കണോ? ഇന്നലെ എന്റെ കുപ്പിയിലെ കള്ള് നീ മോന്തിയിലേ, മുക്കാൽ ഭാഗവും നീ മോന്തിയിലേ, കൂരിരട്ടത്തു ഷാപ്പിന്റെ മുറ്റത്ത് ഒറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ദൂരെ നിന്നും കുപ്പിയും കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, ആരും വിളിച്ചില്ല. പോകാൻ നേരത്ത് കുമാരൻ എനിക്ക് ടെൻഷൻസും തന്നില്ല, ടെൻഷൻസും തന്നില്ല. എങ്ങനെയുണ്ട് പാട്ട്? കൊള്ളാവോ? ഇതാണ് ഞങ്ങളുടെ ദാസന്റെ പാട്ട്. ഇത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് 2 വരി ഓർമ്മ വന്നു. അപ്പോഴെന്റെ ഉമ്മ അവിടെ എന്തൊക്കെയോ പറയണു. ഇയാള് കള്ള് കുടിച്ച് പാട്ട് പാടിയാൽ മനുഷ്യന് ഉറക്കത്തേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പാട്ട് പാടാനുള്ള മരുന്ന് കള്ളാണെന്ന്. എന്റെ ഉപ്പയും രാത്രി ഇങ്ങനെ പാട്ട് പാടിയാൽ എന്ത് രസമായിരിക്കും. ഞാൻ പതിയെ ഉപ്പാന്റെ അടുത്ത് ചെന്നുപോയി പറഞ്ഞു, ഉപ്പ ഉപ്പ, നാളെ തൊട്ട് ഉപ്പയും ഒന്ന് കള്ളു കുടിക്ക്. അപ്പോൾ എന്റെ ഉമ്മ, എടി പ്ലീസേ, സമാധാനത്തോടെ ഇരിക്കണത് നിനക്ക് പിടിക്കുന്നില്ലാടി. ഉമ്മാന്റെ വകുരാട്ട്. കലാബോധമില്ലാത്ത ഉമ്മാനോട് തർക്കിച്ചിട്ട് കുടുംബ കലഹം ഉണ്ടാക്കാൻ ഞാനില്ലേ. അപ്പോഴേക്കും ദാസേട്ടന്റെ പാട്ട് കഴിഞ്ഞു. ദാസേട്ടന്റെ ഭാര്യ രാധേശ്വരൻ പാട്ട് തുടങ്ങി. എനിക്ക് രാധേശ്വരൻ പാട്ട് ഇഷ്ടമല്ല. നാട്ടുകാർക്ക് പറയണതേ ഭരണി പാട്ടെന്നാ. ഓ, എന്റെ ഉപ്പനും ഉമ്മനെ കുറിച്ച് പറയാൻ മറന്നു. എന്റെ ഉപ്പ പാവ. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉപ്പ വാങ്ങിത്തരും, കഥയും പറഞ്ഞു. പക്ഷെ എന്റെ ഉമ്മ ഇത്തിരി പാവം, ഇടയ്ക്ക് ദേഷ്യം. കൂടെ ഉമ്മ ഇത്തിരി വൃത്തികാര്യം കൂടിയാണ്. ഉമ്മ എപ്പോഴും പറയണ ഒരു ഡയലോഗാണ്, ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇവിടെ വെക്കല്ലേ മനുഷ്യന്ന് പറഞ്ഞിട്ട് ആ സാധനം കൊണ്ടുപോയി അടുപ്പത്ത് കൊണ്ടിടും. അപ്പോഴാണ് വിഷു വന്നത്. ഉപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു കവർ കൊണ്ടുവന്നു. ഈ കവറെടുത്ത് അകത്ത് കൊണ്ടയ്ക്കാൻ ഉമ്മാനോട് പറഞ്ഞു. പക്ഷെ ഉമ്മ കേട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കവറെടുത്ത് അടുപ്പത്ത് കൊണ്ടിട്ടു. എന്റെ പൊന്നോ, പിന്നെ പറയണ്ട, വെടിക്കെട്ടായിരുന്നു. ഫയർഫോഴ്സും ആളുകളും കൂടി ബഹളമായി. ഇതിന്റെ ഇടയ്ക്ക് ഒരു ബാൻഡ് മേളം കൂടി വന്നാൽ വല്ലച്ചിറ പെരുന്നാളായിരുന്നേ. ആ ദിവസം എനിക്ക് ഉമ്മച്ചിന്റെ കയ്യിൽ നിന്ന് നല്ലോണം കൈ നീട്ടം കിട്ടി. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. പെരുന്നാളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ, കഴിഞ്ഞ പെരുന്നാളിന് ദാസേട്ടനും കൂട്ടുകാരും കൂടി അടിപൊളി ഡാൻസ് കളിക്കണു. ഇത് കണ്ടിട്ട് എന്റെ ഉമ്മ പറയോ, ഓ, കള്ള കുടിച്ച് ബോധമില്ലാതെ കളിക്കണ കണ്ട, ഇതെങ്കിലും രാധേച്ചി അറിഞ്ഞാൽ അടിപൊളി. അപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, കള്ള് കുടിച്ചാൽ പാട്ട് മാത്രമല്ല ഡാൻസും കളിക്കാന്ന്. ഞാനും വലുതാട്ടെ, എന്നും കള്ള് കുടിച്ച് ഇതുപോലെ ഡാൻസും പാട്ടും കളിച്ച് അടിച്ച് പൊളിക്കും. എന്താ രസം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ദാസേട്ടനെ കാണാനില്ല. ഏതോ വലിയ ഹോസ്പിറ്റലിൽ കള്ള കുടിച്ച് കരളൊക്കെ നശിച്ച് ഒരു പരുവത്തിലായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്
കള്ള് എല്ലാം നശിപ്പിക്കുന്നു. താങ്ക് യു.